പ്രിയപ്പെട്ടവരെ, ഇന്ന് പിറവിക്കാലം 1-ാം ഞായറാഴ്ചയാണ്. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. ജ്ഞാനികളുടെ സന്ദർശനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഞായറാഴ്ചയാണിത്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയയിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി എന്ന് പറഞ്ഞാണ് ഈ ഭാഗം തുടങ്ങുന്നത്. ജ്ഞാനികളുടെ പ്രത്യേകത ഇതാണ്: അവർക്ക് പാപവും പുണ്യവും തമ്മിൽ വേർതിരിച്ചറിയാനാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാടുന്നത്: പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ഇവർ വരുന്നത് പൗരസ്ത്യ ദേശത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ പേർഷ്യ, ബാബിലോൺ, അറേബ്യ തുടങ്ങിയ ഏതോ ഒരു നാട്ടിൽ നിന്ന് ആണ് ഈ ജ്ഞാനികൾ വരുന്നത്. അവരുടെ മറ്റൊരു പ്രത്യേകത, അവർ വാനനിരീക്ഷകരായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ കണ്ടിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ അറിയാവുന്നവരായിരുന്നു. അവർ പുരോഹിതർ കൂടിയായിരുന്നു. വാനനിരീക്ഷകരും ജ്ഞാനികളും പുരോഹിതരുമായിട്ടുള്ള ആളുകളായിരുന്നു അവർ. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്വപ്നം വ്യാഖ്യാതാക്കളായ ജ്ഞാനികളെക്കുറിച്ച്. അവർ പുരോഹിതരായിരുന്നു എന്നും അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ജ്ഞാനികൾ ആകാശത്തിൻ്റെ ഭാവഭേദങ്ങളെ കണ്ടിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നവരാണ്. ഒരു വേള ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ: നിങ്ങൾക്ക് ആകാശത്തിൻ്റെ ഭാവഭേദങ്ങളെ വ്യാഖ്യാനിക്കാൻ അറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ യഥാർത്ഥ ജ്ഞാനികൾക്ക് ആകാശത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് ബന്ധിക്കാനായിട്ട് പറയും. കാലത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. ഇവര് പഴയ കാലങ്ങളിൽ പൗരസ്ത്യ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ജ്ഞാനികളായ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ജ്ഞാനികളെ രാജാക്കന്മാരായിട്ടും കരുതിയിരുന്നു. അതുകൊണ്ട് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ പറയുന്നുണ്ട്, പൗരസ്ത്യ ദേശക്കാർ ജ്ഞാനികളെ രാജാക്കന്മാരെ പോലെ കരുതിയിരുന്നുവെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ ജനനത്തെ അറിഞ്ഞു വന്ന ജ്ഞാനികളെ രാജാക്കന്മാരായിട്ടും വ്യാഖ്യാനിക്കുന്നത്. സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ഈ ജ്ഞാനികളായ മനുഷ്യർ റഷ്യയിലുണ്ടായിരുന്നു. അവരെ ഹോളി ഫൂൾസ് എന്നാണ് വിളിച്ചിരുന്നത്. സാർ ചക്രവർത്തിമാർക്ക് പോലും അവർ പേടി സ്വപ്നമായിരുന്നു. ഭാരതത്തിൽ രാജാക്കന്മാരെ വാഴിച്ചിരുന്നത് ജ്ഞാനികളായ രാജഗുരുക്കന്മാരായിരുന്നു. അവര് രാജാക്കന്മാരുടെ തലയിൽ കിരീടം വെച്ചിട്ട് ചെവിയിൽ മന്ത്രിക്കുമായിരുന്നത്രേ: മറക്കായിക നിന്നെയും നീ ഭരിക്കും ജനത്തെയും. അപ്പോൾ ജ്ഞാനികളെ വലിയ ആദരവോടുകൂടിയാണ് ലോകം കണ്ടിരുന്നത്. ജ്ഞാനികളാണ് ദിശാബോധം കൊടുത്തിരുന്നത് ലോകത്തിന്, ഭരണക്രമങ്ങൾക്കൊക്കെ. അങ്ങനെയുള്ള ജ്ഞാനികളാണ് തിരഞ്ഞു വരുന്നത്. ഈ നക്ഷത്രം കണ്ടിട്ട് അത് വലിയ സൂചനയാണ്, എവിടെയോ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നവനുണ്ട് എന്നറിഞ്ഞിട്ട് വരുന്നത്. അവർ പിന്നെ ഹെറോദേസിന്റെ സന്നിധിയിൽ വരികയാണ്. ഈ ജ്ഞാനികൾ 3 പേരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാമത്തെ ആള് മെൽക്കിയോറാണ്. അദ്ദേഹം നരച്ച താടിയും മീശയും ഒക്കെയുള്ള, തലമുടിയും ഒക്കെയുള്ള ആളാണ്. അദ്ദേഹമാണ് രാജ്യത്വത്തിന്റെ അടയാളമായ പൊന്ന് കാഴ്ചവെക്കുന്നത്. രണ്ടാമത്തെ ആൾ യുവാവാണ്, ഗാസ്പറാണ്. താടിയില്ലാത്ത ആളാണ്. ഗാസ്പർ വന്നിട്ടാണ് ദൈവികതയുടെ അടയാളമായിട്ടുള്ള മീറ കാഴ്ചവെക്കുന്നത്. മൂന്നാമത്തെ ആൾ ബൽത്താസറാണ്. ബൽത്താസർ കറുത്ത മനുഷ്യനാണ്, കറുത്ത മുടിയും താടിയുമുള്ള ആളാണ്. അദ്ദേഹമാണ് മനുഷ്യത്വത്തിന്റെ അടയാളമായ കുന്തിരിക്കം കാഴ്ചവെക്കുന്നത്. ഈശോയെ അടക്കുന്ന സമയത്ത് ഓർക്കുക, ഈ മീറയും കുന്തിരിക്കവും അവിടെ ഉണ്ടായിരുന്നു. രാജ്യത്വത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെ അടയാളം. ദൈവവും മനുഷ്യനും സമ്മേളിച്ച, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സൂചനയിൽ കൂടിയാണ് ഈ കാഴ്ചയർപ്പണം ഉണ്ടാകുന്നതെന്ന് ഓർക്കുക. ആ കാലത്ത് വലിയൊരു ചിന്ത ആ ലോകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹൂദ കോളനികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടിരുന്നു. ഒരു മഹാരക്ഷകൻ ഉദയം ചെയ്യും. കൺഫ്യൂഷ്യസ് പറയുന്നത്, ചൈനക്കാരനായ കൺഫ്യൂഷ്യസ് പറയുന്നതാണ്, ലോകം മുഴുവൻ അടക്കി ഭരിക്കാനുള്ളവൻ യൂദയിൽ നിന്ന് പുറപ്പെടും എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സിസറോ എന്ന വലിയ പ്രഗത്ഭനായ പ്രഭാഷകനും തത്വജ്ഞാനിയുമായിട്ടുള്ള ആൾ പറയുന്നു,
യൂദയാദേശത്ത് നിന്ന്, പൗരസ്ത്യ ദേശത്ത് നിന്ന് ഒരു മഹാജ്ഞാനി ഉദയം ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, സെക്കുലർ ഹിസ്റ്ററിയിൽ, റോമൻ ഡോക്യുമെന്റ്സിൽ ഈശോയെക്കുറിച്ച് അങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ജീസസ് എ വൈസ് മാൻ ലിവ്ഡ് എന്ന് പറഞ്ഞാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഈശോയുടെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് ജ്ഞാനികൾ, ജ്ഞാനത്തിന്റെ ഉറവിടമെന്ന് ആ കാലത്തിൽ വിശേഷിക്കപ്പെട്ടിരുന്ന ഗ്രീസിൽ നിന്ന് ആളുകൾ തേടിയെത്തുന്നത്. അപ്പോഴാണ് ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാനുള്ള സമയമായി. അപ്പോൾ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലാണ് ഈശോ മിശിഹായെ ഈ ലോകം കണ്ടിരുന്നത്. ആ കാലത്ത് ആകാശത്ത് ഈ നക്ഷത്രത്തിന്റെ അടയാളം എന്ന രീതിയിൽ ഈ സെക്കുലർ ഹിസ്റ്ററിയിലും ഇങ്ങനെയുള്ള രേഖപ്പെടുത്തലുകളുണ്ട്. ജോസഫൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ ജെറുസലേമിന്റെ നാശം എന്ന അധ്യായത്തിൽ പ്രതിപാദിക്കുന്നിടത്ത് ഒരു വലിയ ധൂമകേതു ആകാശങ്ങളിൽ ജെറുസലേമിന്റെ മുകളിലുണ്ടായിരുന്നെന്നും അത് വർഷങ്ങളോളം നീണ്ടു നിന്നിരുന്നുവെന്നും 1 വർഷത്തോളം നീണ്ടു നിന്നിരുന്നുവെന്നും എഴുതുന്നുണ്ട്. മഹാവാന നിരീക്ഷകനായ യോഹന്നസ് കെപ്ലറും ടോളമിയും ഒക്കെ അവർ പറയുന്നുണ്ട് വ്യാഴത്തിനും ശനിക്കും ഇടയ്ക്ക് ഒരു ഗ്രഹണമുണ്ടായെന്നും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അടയാളം അന്തരീക്ഷത്തിൽ ഒരു നക്ഷത്രം എന്ന പോലെ പ്രത്യക്ഷപ്പെട്ടിരുന്നതെന്നും ഈ കാലത്ത് ഇവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ തരത്തിൽ ഈശോയുടെ ജനനത്തെ അറിയിച്ചുകൊണ്ട് ആകാശങ്ങളിൽ നക്ഷത്രം ഉദിച്ചു നിൽക്കുകയാണ്. ഈ നക്ഷത്രമാണ് ജ്ഞാനികളെ വഴി നടത്തുന്നത്. അവര് പക്ഷെ ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ കയറുമ്പോൾ ഈ നക്ഷത്രം കാണാതാവുകയാണ്. അവിടെ നിറങ്ങുമ്പോൾ വീണ്ടും വരുന്നു. നമുക്ക് നമ്മുടെ ധ്യാന വിഷയങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് പൗരസ്ത്യ ദേശക്കാര് കിഴക്കിന് വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. കിഴക്കിന് പ്രാധാന്യം കൊടുത്തിരുന്നതിന് കാരണം ഈ ഭൂമിയിലെ പ്രകാശത്തിന്റെ സ്രോതസ്സായ, ഭൂമിക്ക് പ്രകാശം നൽകുന്ന അതിൻ്റെ സ്രോതസ്സായ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ ഭൂമിയിലെ അടയാളമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവം തമ്പുരാൻ കിഴക്ക് നിന്നാണ് വരുന്നത്, ദൈവത്തിന്റെ അടയാളങ്ങളെല്ലാം കിഴക്ക് നിന്നാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞ് ആരാധനകളൊക്കെ നടത്തിയിരുന്നത്. ആ ഒരു അർത്ഥത്തിന്റെ പൂർണ്ണതയിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ നക്ഷത്രം, ഏറ്റവും വലിയ വെളിച്ചം ആയിട്ടുള്ള ഈശോയുടെ ജനനം, നീതി സൂര്യന്റെ പഴയകാല റോമാ സാമ്രാജ്യത്തിൽ ഗ്രീസിലൊക്കെ ആചരിച്ചിരുന്ന സൂര്യന്റെ തിരുനാളായ ഡിസംബർ 25 ആയി വരുന്നതും. അപ്പോൾ ഏറ്റവും വലിയ സൂര്യൻ, ഏറ്റവും വലിയ നക്ഷത്രം, ലോകം കണ്ട ഏറ്റവും വലിയ വെളിച്ചം ക്രിസ്തുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ UK രാജാവ് ചാൾസ് രാജാവ് പറഞ്ഞത്, ഈ നക്ഷത്രം നമ്മുടെ വീടുകളിൽ നമ്മൾ തൂക്കുന്ന, നമ്മൾ ഇടുന്ന നക്ഷത്രം വലിയ അടയാളമാണ്. അത് ക്രിസ്തുവിന്റെ വെളിച്ചത്തിന്റെ അടയാളമാണ്. അത് സുവിശേഷം ഈ ലോകത്തിന് പകർന്നു കൊടുത്ത വെളിച്ചമാണ് ആ നക്ഷത്രം. അതാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. ക്രിസ്തു നിത്യ വെളിച്ചമാണെന്നും എല്ലാ കാലത്തേക്കും മനുഷ്യന്റെ അന്ധകാരം നീക്കിക്കളയാൻ പറ്റുന്ന ഏറ്റവും പ്രഭാവത്തായ സൂര്യനാണെന്നും നമ്മൾ വിളിച്ചു പറയുന്നതാണ്. ഏറ്റവും വലിയ നക്ഷത്രമാണ് യേശു എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ നക്ഷത്രം തൂക്കുന്നതിലൂടെ. അപ്പോൾ അത് പഴയ കാലങ്ങളിൽ ഈശോയുടെ ജനനത്തോടനുബന്ധിച്ച് ഡിസംബർ 25 പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഡിസംബർ ആരംഭത്തിൽ തുടങ്ങി ഇന്ന് നമ്മുടെ നാടുകളിലും ഡിസംബർ 1-ാം തീയതി തന്നെ ഈ നക്ഷത്രം തൂക്കുന്ന കാര്യം വരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടത് ഇതാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നോക്കുക, ഈ കപടതയുടെ സങ്കേതമായ ഹെറോദേസിന്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ ഈ രാജാക്കന്മാരുടെ, ഈ ജ്ഞാനികളുടെ നക്ഷത്രം കിട്ടുപോയി. എപ്പോഴൊക്കെ നമ്മൾ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും സങ്കേതങ്ങൾ അകന്നു പോകുന്നു, എപ്പോഴൊക്കെ നമ്മൾ കാപട്യത്തിന്റെയോ ചൂഷണങ്ങളുടെയോ ഒക്കെ സങ്കേതങ്ങളിലേക്ക് പോകുന്നു, അപ്പോൾ നമ്മുടെ ആകാശത്തിന്റെ, നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള നക്ഷത്രവും കെട്ടുപോകും. അത് വലിയൊരു മുന്നറിയിപ്പാണ്, അത് വലിയൊരു താക്കീതാണ്. അപ്പൊ നമ്മുടെ നക്ഷത്രങ്ങൾ കെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ കെട്ടുപോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ സങ്കേതങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക. അപ്പോൾ വീണ്ടും ഈ നക്ഷത്രം നമ്മുടെ ആകാശത്തിന് മുകളിൽ, തലയ്ക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണും. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതൊക്കെ തന്നെയാണ്. ഈശോയെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നു കൊടുക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ സമൂഹത്തിന്റെ അന്ധകാരം മാറ്റാൻ പറ്റുന്ന ഒരു കരുത്ത് നമുക്കുണ്ടോ?
അതിനുള്ള ബോധ്യം നമുക്കുണ്ടോ? ആ ബോധ്യം, അതോ നമ്മൾ ആ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ടാണോ ജീവിക്കുന്നത്? ടി പത്മനാഭന്റെ സുപ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ട് അയാൾ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു സിനിമ കാണാമെന്ന് കരുതി ഒരു തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് കളിച്ചിരികളും ഒക്കെ ആയിട്ട് ഒരു പെൺകുട്ടി അടുത്തിരിക്കുകയും ഈ സിനിമയുടെ അർത്ഥം പറഞ്ഞു തരാൻ പറഞ്ഞ് ഈ പുഞ്ചിരിയോടുകൂടി അയാളെ സമീപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് അവളുടെ പുഞ്ചിരിയോടുകൂടി എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം തിരിച്ചു തന്നിരിക്കുന്നു. അയാൾ പുറത്തിറങ്ങി, അയാൾ ആത്മഹത്യ ചെയ്യേണ്ട തീരുമാനം ഉപേക്ഷിച്ചിട്ട് ആ വിഷക്കുപ്പി ദൂരേക്ക് എറിഞ്ഞിട്ട് പ്രകാശത്തിലേക്ക് നടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത്, പക്ഷേ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകം അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ അതിൻ്റെ ടാഗ്ലൈൻ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നു. മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു സിനിമ മുഴുവൻ ചോരയാണ്. കത്തി വായിൽ കുത്തിയിറക്കിയിട്ട് എന്നിട്ട് പറയുന്നു, ആ സിനിമ കണ്ടവർ ആരൊക്കെ അതിന് സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വയലൻസ് ഉള്ളതിനാൽ അത് കണ്ട ചിലർ പറയുകയാണ്, അത് കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന, ഗർഭിണിയുടെ വയറ് കുത്തി കുഞ്ഞിനെ വലിച്ച് പുറത്തിറക്കുന്ന ഒക്കെ രീതിയിലുള്ള അതിക്രൂരമായ രംഗങ്ങൾ. എന്നിട്ട് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം, ചെറുപ്പക്കാരായ ആളുകൾ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റില്ല സിനിമ. പക്ഷേ ചെറുപ്പക്കാരായ ആളുകൾ, കോളേജ് വിദ്യാർത്ഥികൾ, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ അത് മഹത്തായ സിനിമയാണെന്നും ഒക്കെ പറഞ്ഞ് വാഴ്ത്തുകയാണ്. അത് തീ എന്നൊക്കെ പറഞ്ഞിടുകയാണ്. അത് കോടികൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. നോക്കുക, വയലന്റ് ആയിട്ടുള്ള സിനിമ നമ്മുടെ മനസ്സിന്, എത്രയോ പേരത് കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത്. അതുപോലെ ഇരുട്ട് പരത്തുന്ന സിനിമയെ, വയലൻസിനെ ഹെയില് ചെയ്യുന്ന, പ്രകീർത്തിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു എന്നുള്ളത് ഭീതിയോടെ നമ്മൾ കാണേണ്ടതാണ്. ഈ നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ പ്രഭയൊക്കെ കെടുത്തുന്ന രീതിയിലുള്ള മനോഭാവത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറുന്നതിനെ നമ്മൾ ജാഗ്രതയോടെ നമ്മൾ കാണേണ്ടതാണ്. അതിനെതിരെ ശക്തമായ താക്കീതുകൾ നൽകാൻ നമ്മുടെ യുവജനങ്ങൾക്ക്, വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് താക്കീത് നൽകാൻ, ജാഗ്രത നൽകാൻ നമ്മളും തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന, അഹിംസയിലേക്ക് നയിക്കുന്ന, പരസ്പരാദരവിലേക്ക് നയിക്കുന്ന, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ആ പ്രകാശം എന്നും ജ്വലിച്ചു നിൽക്കണം. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ നിരീശ്വരവാദി റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹം പറഞ്ഞത്, I fear the greatest danger the world is facing is now is the decline of Christian culture. ഈശോ പകർന്നു നൽകിയ ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ടുള്ള ഈശോയുടെ ഈ സംസ്കാരത്തെ തകർക്കുന്ന ഈ പറയുന്ന സിനിമയ്ക്കകത്തും നായകൻ ക്രിസ്ത്യാനിയാണ്. ഓർക്കുക, ഏറ്റവും വലിയ ക്രൂരതയുടെ പര്യായമായ ഒരു ക്രിസ്ത്യാനിയെ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാലത്ത് ഇതെല്ലാം നമ്മുടെ ബൈബിളിൻ്റെ സാമൂഹിക വ്യാഖ്യാനത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനികളെ പോലെ പാപവും പുണ്യവും വേർതിരിച്ചറിയുന്നവരായിട്ട് മാറാനുള്ള കൃപാവരത്തിനായി നമുക്ക് ഏറ്റവും വലിയ വെളിച്ചമായി ഈശോയോട് പ്രാർത്ഥിക്കാം. Subscribe now and press the bell icon. Never miss an update.